ബിഗ് ബോസും ജാസ്മിനെ ചതിച്ചിരിക്കുകയാണ്. എന്താ പറയുക, അതായത് രാവിലെ നടന്ന ഹൈജീൻ ഫൈറ്റിനകത്ത് ജാസ്മിൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ ജിൻഡോ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ ആ കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ജിൻഡോ കാണിച്ച എല്ലാ കാര്യങ്ങളോടും ഒരു യോജിപ്പില്ല. അനാവശ്യമായി വൾഗറായിട്ടുള്ള കുറേ കാര്യങ്ങൾ പുള്ളി പറയുകയും ചെയ്യുന്നൊക്കെ ഉണ്ട്. അത് നമുക്ക് യോജിക്കാൻ പറ്റുന്നതേ അല്ല. രണ്ടാമത്തെ കാര്യം, ജിൻഡോ എടുത്തിട്ട പോയിന്റ് ശരിയാണോ എന്നുള്ളതാണ്. ആ പോയിന്റ് ശരിയാണെന്ന് ബിഗ് ബോസ് തന്നെ കാണിച്ചു തരുന്നുണ്ട്. ജാസ്മിൻ ഇപ്പം നമ്മളാരും എല്ലാവരും എപ്പോഴും വീട്ടിൽ ചെരുപ്പിട്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണോന്നൊന്നുമില്ല. നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ നമ്മുടെ ഒരു കംഫർട്ട് സോണാണ്. അത് നമുക്ക് തോന്നും പോലെ നിൽക്കും. അവിടെ നമ്മളെ ചോദ്യം ചെയ്യാൻ നമ്മളെ വീട്ടിലുള്ളവരല്ലേ ഉണ്ടാവുള്ളൂ, അല്ലാതെ നാട്ടുകാർ വരില്ലല്ലോ. ഇതെന്ന് പറയുന്നത് നമ്മളൊരു വീടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അപരിചിതരായിട്ടുള്ള കുറേ ആൾക്കാർ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ ചിലപ്പോൾ നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പം ജാസ്മിൻ ഈ ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ചെരുപ്പിടാതെ നടന്നിട്ട് കാല് കയറ്റി സോഫയിൽ ഇരിക്കുന്നത് ഒരു ശരിയായ പരിപാടിയല്ല. ബിഗ് ബോസ് ജാസ്മിൻ്റെ കാല് തന്നെ സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടത് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ നിന്ന് സംസാരിച്ച് നാണം കെടുന്നതിന് പകരം ആ ടോപ്പിക്കിൽ നിന്ന് സ്കൂട്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യം. സത്യത്തിൽ ബിഗ് ബോസ് ജാസ്മിൻ്റെ കാല് സൂം ചെയ്ത് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ആൾക്കാർ ഈ ഹൈജീൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മളെ ഓരോന്ന് പറയാന്ന് പറയുമ്പോൾ ഈ പറയുന്നവരൊക്കെ എല്ലാം ബാത്റൂമിൽ പോകുന്നു കുളിക്കാനെന്നും പറഞ്ഞു പോകുന്നു. അവർ കുളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വൃത്തിയായിട്ടാണോ കുളിക്കുന്നതെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഇത് നമുക്ക് പോയി നോക്കാൻ പറ്റില്ലല്ലോ, ആർക്കും പോയി നിരീക്ഷിക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ 2 ദിവസത്തിലൊരിക്കൽ കുളിക്കുമെന്ന് പറയുന്നത് തുറന്നു പറയുന്നു. ചിലർ ഈ പറയുന്നില്ല, ബാത്റൂമിൽ പോവും, ശരിക്കും കുളിക്കോ, തലയിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് ഇറങ്ങി വരികയാണോ എന്ന് ആർക്കറിയാം. പോയി നോക്കാനുള്ള വകുപ്പൊന്നുമില്ലല്ലോ. പിന്നെ സ്പ്രേ അടിച്ച് കിടക്കുന്നതുകൊണ്ട് മണമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഹൈജീൻ്റെ കാര്യം എന്ന് പറയുന്നത് തികച്ചും പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞ് ഒരാളെ ട്രിഗർ ചെയ്യുന്നതും ഇൻസൾട്ട് ചെയ്യുന്നതും ഹേർട്ട് ചെയ്യുന്നതും ഒക്കെ വളരെ മോശമാണെന്നാണ് എനിക്കും അഭിപ്രായം. അതുകൊണ്ട് തന്നെ ജാസ്മിനെ ആ ഒരു പോയിന്റ് തുടക്കം തൊട്ടേ എല്ലാവരും എടുത്തിട്ട് ഉപയോഗിക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഉള്ളത്. പക്ഷേ ഇവർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ജാസ്മിൻ ഈ ചെരുപ്പിടാതെ നടക്കുമ്പോൾ ഇത് ഒരു പ്രശ്നം തന്നെയാണ്. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പം നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ആ ഒരു വിഷയത്തിൽ നിന്ന് ഒന്നുകിൽ നമ്മൾ മാറാൻ തയ്യാറാകണം, ഇല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിന് നിൽക്കാതെ എണീറ്റ് പോകണം. ഇത് വീണ്ടും നമ്മൾ അവിടെ വലിയ ഡയലോഗ് അടിച്ച് മാസ് കാണിക്കാൻ നോക്കിയാൽ പണി പാളും. ജാസ്മിന് പറ്റിയത് അതാണ്. ജാസ്മിൻ ഓവറായിട്ട് ഷോ ഇറക്കും. ജാസ്മിന് നാക്കിനില്ല എന്ന് പറഞ്ഞ് നമ്മൾ വായി തോന്നിയത് വിളിച്ച് ഷോ ഇറക്കാൻ പോരുത്. നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ മോനെ മിണ്ടാതെ ഇച്ചങ്ങ് പോ, സോറി ഗൈസ്, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം, കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ ഇതുകൂടെ പറഞ്ഞോ, നിങ്ങളൊക്കെ എല്ലാം പെർഫെക്റ്റ് ആണല്ലോ, അവരെന്തെങ്കിലും എടുത്ത് പോയിന്റ് ഇടാനുണ്ടെങ്കിൽ അതും ഇട്ടോ, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കൂടുതൽ ന്യായീകരിച്ച് നിന്ന് മെഴുകിക്കഴിഞ്ഞാൽ പണി പാളും. ഇപ്പോൾ ബിഗ് ബോസ് തന്നെ ഓഡിയൻസിനാണ് കാണിച്ചു കൊടുക്കുന്നത് കാല്. അപ്പോൾ ഇവരവിടെ എടുത്തിട്ട പോയിന്റ് കറക്റ്റ് ആണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ മോശമാണ്. നമ്മൾ ബാത്റൂമിനകത്ത് പോകുന്ന കാലി ചവിട്ടി എല്ലായിടത്തും നടന്നിട്ട് അത് സോഫയിൽ കയറ്റി വെച്ചിരിക്കുക എന്ന് പറയുന്നത്, ഇനിയിപ്പം നമ്മൾ ചെരുപ്പിട്ട് നടക്കുന്നതാണെങ്കിൽ പോലും സോഫയിൽ കാല് വെച്ച് കയറ്റിയിരിക്കുന്ന ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇപ്പം നമ്മളെ മാമനോ മച്ചാനോ അല്ലെങ്കിൽ കൊച്ചപ്പനോ വാപ്പയോ ഉമ്മയോ അനിയനോ ഏട്ടത്തിയോ ഏട്ടനോ ഒന്നും അല്ല അവിടെ ഉള്ളവർ. അപരിചിതരായിട്ടുള്ള മനുഷ്യരാണ്. ചിലപ്പോൾ പലരെയും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും. പക്ഷെ വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലങ്ങളുള്ള വ്യത്യസ്തമായ വീടുകളിൽ നിന്ന് വരുന്ന വ്യത്യസ്തരായ മനുഷ്യരാണ്. അപ്പം അവരത് ഡൈജസ്റ്റ് ചെയ്യണമെന്നില്ല, അവർക്കത് പിടിക്കത്തില്ല. ഇവളാരുടെ ഞാൻ ഇരിക്കുന്നതും കൂടെ സോഫയെ കാലി കയറ്റി വെച്ചിരിക്കുന്ന അവർക്ക് അറപ്പ് തോന്നാം, വെറുപ്പ് തോന്നാം. അവരൊരിക്കലും സഹിക്കില്ല. ചിലപ്പോൾ നമ്മുടെ പാരൻസ് എൻ്റെ മോളല്ലേ എൻ്റെ മോനല്ലേ എന്നങ്ങ് വിചാരിക്കും. അപരിചിതരങ്ങനെ വിചാരിക്കില്ല എന്നുള്ളതാണ് ജാസ്മിനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.